എൻ്റെ അടുത്തൊന്നും ഇങ്ങനെ പറയാത്ത എന്താന്ന് ചോദിച്ചപ്പോൾ പക്ഷേ ഇങ്ങനെ കുനിഞ്ഞ് തല കുനിച്ച് ഇങ്ങനെ എൻ്റെ കൈ പിടിച്ച് കരഞ്ഞു. അപ്പോൾ അവിടെ ഫ്രണ്ട്സ് തമ്മിൽ ഇങ്ങനെ എൻ്റെ അടുത്ത് തന്നെ ഫ്രണ്ട്സ് നിൽക്കുന്നു. അവരിങ്ങനെ പറഞ്ഞു, ഇപ്പോൾ സമാധാനമായല്ലോ, നിനക്കൊക്കെ ഇപ്പം ആ ആ അറിയായിരിക്കണം, എന്തായാലും നല്ല പോലെ കാര്യങ്ങൾ അറിയായിരിക്കണം. ഞങ്ങൾ അത്രയും കാര്യമായിട്ടാണ് നോക്കിയത്. ഞാൻ എൻ്റെ കൊച്ചിനേക്കാളും കൂടുതൽ സ്നേഹം അവർക്കാണ് കൊടുത്തത്. ഞാൻ അവർക്ക് ആഹാരം കൊടുത്തിട്ടാണ് എൻ്റെ മോന് കൊടുത്തത്. പുതിയ ഭീകര അന്തരീക്ഷം ആ ക്യാമ്പസുകളിൽ നടക്കുന്നു. SFIയുടെ അതിപ്രസരിപ്പ് ആ ക്യാമ്പസിൽ നടക്കുന്നുണ്ട്. ഇതര വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾക്കോ അവിടെ പ്രവർത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർ അനുവദിക്കുന്നില്ല. അതാണ് ഇത്തരത്തിലുള്ള വലിയ ദുരൂഹതകൾ ഈ സിദ്ധാർത്ഥന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിന്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു കൊണ്ടുവരണം. എനിക്ക് മാനസികമായിട്ട് മുഴുവൻ നോക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ മുഖം കണ്ടു, അവന്റെ കഴുത്തിന്റെ ഈ ഭാഗത്തായിട്ട് ഒരു മുറിവ്, ഈ ഭാഗത്തൊരു മുറിവ്, ഇത് നല്ല മുറിവുണ്ടായിരുന്നു. കുറുക്കിലൊരു ചതവ്, ആ ബാക്ക് ഭാഗത്ത് പുറകുവശത്തൊരു ചതവുണ്ടായിരുന്നു. പിന്നെ നെഞ്ചിന്റെ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ സ്പോട്ടുകൾ ചുമന്ന് കിടക്കുന്നതായിട്ട് മറ്റുള്ളവർ ബന്ധുക്കളൊക്കെ പറഞ്ഞു. 10 മണിക്കോ 10:11 മണിക്കെന്തോ നിലവിളിയാണ്, എവന്റെ നിലവിളി കേട്ടു എന്നാണ് പറയുന്നത് അവിടെ എല്ലാം. അങ്ങനെ എല്ലാവരും അറിഞ്ഞിരുന്നു. അപ്പോൾ ഡീൻ മാത്രം അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അതോടൊപ്പം അവിടുത്തെ ഹോസ്റ്റൽ വാർഡൻ എന്ന് പറയുന്ന ഒരാൾ അവിടെ പ്രസന്റ് അല്ല. ആരാണെന്ന് വാർഡനൊന്നും ആർക്കും അറിയില്ല. വലിയ ദുരൂഹത നമുക്ക് മനസ്സിലാകുന്നു. അതിൽ SFI നേതൃത്വത്തിന്റെ ഭീഷണിക്ക് വഴങ്ങി അല്ലെങ്കിൽ CPM നേതൃത്വത്തിന്റെ ഭീഷണിക്ക് വഴങ്ങി കുറേയേറെ കാര്യങ്ങൾ അവിടെ ഒളിച്ചു വയ്ക്കുന്നുണ്ട്. അതിന്റെ എല്ലാ സത്യാവസ്ഥകളും പുറത്തു വരേണ്ടുന്ന ഒരു സാഹചര്യം. 130ഓളം കുട്ടികളുടെ മുന്നിൽ വെച്ച് പരസ്യമായിട്ട് വിചാരണ ചെയ്തു. പരസ്യ വിചാരണ ചെയ്യുകയും അവനെ കട്ടിയുള്ള എന്തോ വസ്തു കൊണ്ട് കുറുകെ അടിച്ചു, തലയ്ക്കും എല്ലായിടവും അടിച്ചു. അവനെ 2 ബെൽറ്റ് മുറിയുന്ന സമയം വരെ അടിച്ചു. പാറയുടെ മുകളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു. വാട്ടർ ടാങ്കിന്റെ മുകളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു. അവനെ ചവിട്ടി കിടത്തി, അങ്ങനെ പല ഇതും ചെയ്തു എന്നാണ് ഈ അവിടുത്തെ ഈ നമുക്ക് നമ്പർ തന്ന ടീച്ചറിന്റെ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഞാൻ പറയുന്നതൊക്കെ ഏതെങ്കിലും മുന്നണി വേണോ, ഏതെങ്കിലും സംഘടന വേണോ? അപ്പോൾ അയ്യോ എനിക്കൊന്നും വേണ്ട, ഞാൻ വല്ലതും കൊണ്ട് ചേർന്ന് കഴിഞ്ഞാൽ അവർ നാളെ എന്നെ വെട്ടിക്കൊല്ലും. ഒരു തമാശയായിട്ട് പറയുന്നു, പക്ഷെ അത് കാര്യമായിരുന്നു. വളരെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഇവിടെ വന്ന കുട്ടികൾ എന്നോട് പറഞ്ഞിട്ട് പോയി. ടിവിയിലോട്ട് വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു, മംഗളെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ സിഞ്ചോ നമ്മളെ തല വിട്ടു എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അക്ഷയും റഹാനും ഡാനിയും സിഞ്ചോയും ഫ്രണ്ട്സും കൂടെ അവന് ഹോസ്റ്റലിൽ റൂമിട്ട് തീർത്തുകയാണെങ്കിൽ, പക്ഷേ ഈ കാര്യം പറഞ്ഞില്ലെങ്കിൽ ജീവിതകാലം മൊത്തം നമുക്കൊരു സമാധാനം കിട്ടൂല. അങ്ങളെ ഇതൊന്ന് കേൾക്കണം. ഇത് കേട്ടിട്ട് നിങ്ങൾ ഇത് വെറുതെ വിടല്ലേ. വീണ്ടും SFIയുടെ എന്താണ് ഗുണ്ടായിസം ഒരു ജീവനോട് പൊരിഞ്ഞിരിക്കുക. കേസിന് എന്താണ് ഇതിലെതിരെ പ്രതിഷേധം, സമരം എന്തിനുണ്ടോ? ഈ വയനാട് വെറ്റിനറി സർവകലാശാലയിൽ മരണപ്പെട്ട സിദ്ധാർത്ഥ് എന്ന് പറയുന്നത് വിദ്യാർത്ഥിയുടെ, അത് ആത്മഹത്യയല്ല, അത് കൊലപാതകമാണ്. അത് SFI നേതൃത്വം കൊടുത്ത ഒരു കൊലപാതകമാണ് എന്ന ഒരു വിഷയം KSU ഉന്നയിക്കുകയാണ്. കഴിഞ്ഞ 10 ദിവസത്തോളമായി ഇത്തരത്തിലുള്ള ഒരു ആരോപണങ്ങളിലേക്കോ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്കോ ആരെയോ ചൂണ്ടിക്കൊണ്ട് ഞങ്ങൾ നടത്തിയിരുന്നില്ല. ഈ വിഷയത്തിൻ്റെ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വിദ്യാർത്ഥി 18-ാം തീയതി മരണപ്പെട്ടതിന് ശേഷം 4 ദിവസങ്ങൾക്ക് ശേഷമാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇത് വാർത്തകൾ വരുന്നത്. അത് ഈ സിദ്ധാർത്ഥിൻ്റെ മാതാവ് പോലീസിന് പരാതി നൽകുകയും ആ പരാതിയുടെ കോപ്പി നമ്മൾക്ക് ലഭിക്കുകയും ആ കോളേജിലെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഭയന്ന് ആ വാർത്ത പുറത്തേക്ക് പറയാത്തൊരു സാഹചര്യത്തിലാണ് നമ്മളിത് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി കൊടുക്കുന്നത്. അതിനുശേഷം തുടർന്ന് ഡീൻ ഉൾപ്പെടെയുള്ളവരെ ഉപരോധിച്ച് ഈ വിഷയത്തിൻ്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണമെന്നൊരു ആവശ്യം KSU മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ന് ഇതിൻ്റെ ഉള്ളറകൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്നിപ്പോൾ മാതാപിതാക്കളെല്ലാം കണ്ടപ്പോഴും അവർ പറയുന്നത് അവിടെ വലിയ ഭീകര അന്തരീക്ഷം ആ ക്യാമ്പസുകളിൽ നടക്കുന്നു. SFIയുടെ അതിപ്രസരിപ്പ് ആ ക്യാമ്പസിൽ നടക്കുന്നുണ്ട്. ഇതര വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾക്കോ അവിടെ പ്രവർത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർ അനുവദിക്കുന്നില്ല. അതാണ് ഇത്തരത്തിലുള്ള വലിയ ദുരൂഹതകൾ ഈ സിദ്ധാർത്ഥൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു കൊണ്ടുവരണം. SFI ഏകസംഘടനാവാദത്തിലേക്കും കേരളത്തിലെ ക്യാമ്പസുകളെ തള്ളിവിട്ടുകൊണ്ട് അവിടെ വലിയ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ ഏകാധിപത്യ കോട്ടകളെ അവർക്ക് കെട്ടിനിർമ്മിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളാണ്. അത് തുറന്ന് പൊതുസമൂഹത്തിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരേണ്ടുന്നതിൻ്റെ വലിയ ഉത്തരവാദിത്വം KSUവിനുണ്ട്. KSU ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. വലിയ സമര പോരാട്ടങ്ങൾക്ക് KSU സംസ്ഥാന കമ്മിറ്റി നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അതുപോലെ മറ്റൊരു കാര്യം, ഈ ബന്ധുക്കൾ ഈ കോളേജിൽ ചെന്നപ്പോൾ അവിടെ പ്രിൻസിപ്പൽ ഉൾപ്പെടെ കേരള പോലീസ് ഉൾപ്പെടെ ഒരു നല്ല രീതിയിലല്ല പെരുമാറി ബന്ധുക്കൾ മാധ്യമങ്ങളോട് പറയണത്.
അല്ല, തീർച്ചയായിട്ടും. കാരണം ഈ വിഷയം ഉണ്ടാകുന്നു, ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് ഞങ്ങളിത് മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു, സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി കൊടുത്ത് അതിന്റെ അടുത്ത ദിവസം തന്നെ KSUവിന്റെ പ്രതിനിധി സംഘം അവിടെ ചെല്ലുന്നുണ്ട്. ക്യാമ്പസിൽ ചെല്ലുന്ന ഡീനിനെ കാണുമ്പോൾ പോലും അത് ഇതിൽ വലിയ കുറേയേറെ കാര്യങ്ങൾ അതിൽ മറച്ചു വെക്കാനുണ്ടെന്ന തരത്തിൽ പറയുകയാണ്. അല്ലെങ്കിൽ നമ്മൾക്ക് മനസ്സിലാവുകയാണ്, പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ നമുക്ക് മനസ്സിലാകാൻ സാധിച്ചത് യാതൊരു പരാതിയും ഈ കോളേജ് ഡീനിന്റെ ഭാഗത്തുനിന്നോ കോളേജിലെ അധികാരികളുടെ ഭാഗത്തുനിന്നോ പോലീസ് സ്റ്റേഷനിലേക്ക് ലഭിച്ചിട്ടില്ല. പോലീസ് സ്വമേധ എടുത്ത അസ്വാഭാവിക മരണം എന്ന തരത്തിലേക്കുള്ള ഒരു പരാതിയാണ് അവിടെ നിലനിൽക്കുന്നത്. അതിൽ നിന്ന് തന്നെ വലിയ ദുരൂഹത നമുക്ക് മനസ്സിലാകുന്നു. അതിൽ SFI നേതൃത്വത്തിന്റെ ഭീഷണിക്ക് വഴങ്ങി, അല്ലെങ്കിൽ CPM നേതൃത്വത്തിന്റെ ഭീഷണിക്ക് വഴങ്ങി കുറേയേറെ കാര്യങ്ങൾ അവിടെ ഒളിച്ചു വയ്ക്കുന്നുണ്ട്. അതിന്റെ എല്ലാ സത്യാവസ്ഥകളും പുറത്തു വരേണ്ടുന്ന ഒരു സാഹചര്യം. 10 ദിവസത്തോളം കോളേജിൽ താമസിക്കുന്നുണ്ടായിരുന്നു. കോളേജ് അധികൃതർ അവരെ സംരക്ഷിക്കില്ലേ? അല്ല, തീർച്ചയായിട്ടും കോളേജ് അധികൃതർ കൃത്യമായ പങ്കുണ്ട്. ഇതിൽ ഡീൻ ഉൾപ്പെടെയുള്ളവരെ ഇതിൽ പ്രതി ചേർക്കണമെന്നൊരു ആവശ്യം KSU മുന്നോട്ട് വയ്ക്കുകയാണ്. കാരണം വലിയ രീതിയിൽ അവരെല്ലാവരെയും അറിവോടുകൂടി തന്നെയാണ് ആ കൊലപാതകം ആ ക്യാമ്പസിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ അത് മറച്ചു വെച്ചു എന്നത് ഒരു വലിയ തെറ്റാണ്. അത് കോളേജ് ഡീൻ ഉൾപ്പെടെയുള്ള ആളുകളെ പ്രതി ചേർത്ത് സമഗ്രമായിട്ടുള്ള അന്വേഷണം ഈ വിഷയത്തിൽ നടത്തണം. ഇതിൽ ഒരാളെങ്കിലും രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അത് പോലീസിന്റെ ഭാഗത്തുനിന്നോ എത്തരത്തിലുള്ള ഉന്നതമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടായാലും സംരക്ഷിക്കുന്ന ഒരു സമീപനമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ KSU ശക്തമായ രീതിയിൽ തന്നെ അതിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തും, പ്രതിരോധങ്ങൾ തീർക്കും, ഇതിന്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരും. ഇവരുടെ മാതാപിതാക്കളെ കണ്ടപ്പോഴും അവർ പറയുന്നു, ഇനി ഇത്തരത്തിൽ ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ അവസാനിക്കുന്ന തരത്തിലേക്ക് ഉണ്ടാകരുത്. കാരണം വലിയ പ്രതീക്ഷകളുമായിട്ട് വലിയ അക്കാദമിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു സിദ്ധാർത്ഥ്. സമാനമായിട്ട് ഇന്ന് മാതാപിതാക്കളായിട്ട് സംസാരിച്ചപ്പോൾ സമാനമായിട്ടുള്ള 1-2 ഇൻസിഡന്റുകൾ ഇതിനു മുൻപ് ആ ക്യാമ്പസിൽ നടന്നതായിട്ട് പറയുന്നു. അതിന്റെ നിജസ്ഥിതികളൊന്നും പുറത്തേക്ക് വരുന്നില്ല. അപ്പോൾ ആ ക്യാമ്പസ് കേന്ദ്രീകരിച്ച് SFI നടത്തുന്ന ഇത്തരം പ്രവണതകളെ പറ്റിയുള്ള സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടത്തണം. ഇതിൽ ഒരാളെയും രക്ഷപ്പെടാൻ KSU അനുവദിക്കത്തില്ല. ശക്തമായിട്ടുള്ള നിയമ പോരാട്ടങ്ങൾക്കും രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കും KSU നേതൃത്വം. കുറച്ച് വിദ്യാർത്ഥികൾ കേരള പോലീസ് അറസ്റ്റ് ചെയ്തു. വേറെ നാടകമല്ലേ അറസ്റ്റ്? അല്ല, തീർച്ചയായിട്ടും. കാരണം കഴിഞ്ഞ 11 ദിവസമായി, കഴിഞ്ഞ ദിവസം നമ്മൾ പത്രമാധ്യമങ്ങളിൽ വായിച്ചു, ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ കണ്ണൂർ സ്ക്വാഡ് മോഡലിൽ ഇതര സംസ്ഥാനത്ത് പോയിട്ട് അവിടെ പ്രതികളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് കേരള പോലീസ് വരുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ നല്ല ഒരു അന്വേഷണ സംഘം അല്ലെങ്കിൽ നല്ല ഒരു പോലീസ് വകുപ്പ് അല്ലെങ്കിൽ പോലീസിലുള്ള ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ അവരുടെ മൂക്കിന് തുൻപിൽ നടക്കുന്ന 11 ദിവസമായിട്ട് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ അവർ ഒളിച്ചിരുന്നത്, അവർക്ക് സംരക്ഷണം ഒരുക്കിയത്, അവർക്ക് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് CPM പാർട്ടി തന്നെയാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കോളേജ്, ഈ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് CPM പാർട്ടി സെക്രട്ടറി, വയനാട് ജില്ലാ സെക്രട്ടറി ഗഗാറിന്റെ ഡയറക്റ്റ് നിയന്ത്രണത്തിലാണ്. അവിടെ SFI സംഘം കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായിട്ട് അവിടുന്ന് പഠിച്ചിറങ്ങിയ SFI സംഘങ്ങൾ അവിടെ തമ്പടിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആ ക്യാമ്പസിലെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇടപെടുന്നു. ഇപ്പൊ മാതാപിതാക്കൾ പറഞ്ഞു, ഒരു വലിയ ഡ്രഗിന്റെ ഒരു ഹബ്ബാണ് ആ ക്യാമ്പസ് എന്ന് സിദ്ധാർത്ഥ് പല ആവർത്തിനും പറഞ്ഞു. തീർച്ചയായിട്ടും അതും ഈ സിദ്ധാർത്ഥിന്റെ ഫാദർ പറഞ്ഞു. കഴിഞ്ഞ വർഷം സിദ്ധാർത്ഥിനെ നിർബന്ധിച്ച് SFIയിൽ ചേരണമെന്നുള്ള തരത്തിലേക്ക് പറഞ്ഞിരുന്നു. അവൻ ചേരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഇവൻ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വിദ്യാർത്ഥി അവരുടെ നോട്ടപ്പുള്ളിയാണെന്ന് അദ്ദേഹത്തിന്റെ പിതാവുമായി സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. വിളിച്ചു വരുത്തിയാണ്. ഇത് ആത്മഹത്യയല്ല, കൊലപാതകമാണ്. അതിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടക്കണം. ഏത് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് അതിന്റെ പുറത്തുണ്ടായി കഴിഞ്ഞാലും നിജസ്ഥിതി പുറത്തു കൊണ്ടുവരും. കേരളത്തിൽ ഇനി ഒരു സിദ്ധാർത്ഥ് ഉണ്ടാവാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് എല്ലാവിധ പ്രതിരോധവും തീർക്കാൻ KSU മുന്നിട്ടിറങ്ങും. സിദ്ധാർത്ഥിന്റെ മാമനല്ലേ? അപ്പൊ ചേട്ടനല്ലേ ആദ്യം സംഭവം അറിയണതും അവർ ഹോസ്പിറ്റലിൽ വിളിച്ചു. കോളേജിൽ ചേട്ടൻ ആദ്യം ചെന്നപ്പോൾ എന്താണ് കാണുന്നത്? ഞാൻ 18-ാം തീയതി എന്നെ വിളിച്ച് അറിയിച്ച അടിസ്ഥാനത്തിലാണ് നമ്മൾ പോകുന്നത്. 18-ാം തീയതി 2:20 ഉച്ചയ്ക്ക് അവിടെ നമ്മുടെ എൻ്റെ നെയ്യാറ്റിൻകര എൻ്റെ വീടിനടുത്തുള്ള ഒരു കുട്ടിയും അവിടുത്തെ PG വിദ്യാർത്ഥിയായ ഒരു കുട്ടിയാണ് എന്നെ വിളിച്ച് അറിയിക്കുന്നത്. ഇങ്ങനെ സിദ്ധാർത്ഥൻ എന്തോ കോളേജിൽ എന്തോ പ്രശ്നമുണ്ട്, അഡ്മിറ്റാണ്, അത് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് പറയുന്നത്. അത് അടിസ്ഥാനത്തിൽ വീണ്ടും ആ കുട്ടിയെ വിളിച്ചപ്പോഴാണ് നമ്മൾ അറിയുന്നത് അവന് എന്തോ സുഖമില്ല. ആ കുട്ടി പറഞ്ഞത് കോളേജിൻ്റെ ഹോസ്റ്റൽ റൂമിൽ ഹാങ് ചെയ്തിട്ടുണ്ട്. അവന് അത് വൈത്തിരി ഹോസ്പിറ്റലിലേക്ക് മാറ്റി, ഞാൻ അങ്ങോട്ട് പോവുകയാണ്, കണ്ടിട്ട് ബാക്കി പറയാമെന്ന് പറഞ്ഞു. അടുത്ത് വീണ്ടും വിളിച്ചപ്പോഴാണ് പറയുന്നത് ഡോക്ടർ പറഞ്ഞു മരിച്ചുപോയി എന്ന്, മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ അറിയിക്കുന്നത്. തുടർന്ന് ഞാൻ പിന്നെ വേറെ ആരും ഇങ്ങോട്ട് കോളേജിൽ നിന്ന് ഒഫീഷ്യലായിട്ട് അറിയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. തുടർന്ന് ഞാൻ അത് വീട്ടിൽ ഇവിടെ എൻ്റെ ബന്ധുക്കളെയൊക്കെ വിളിച്ചറിയിച്ച് ഇവിടെ അറിയിച്ചിട്ട് നമ്മളൊരു 8:30 ഇവിടുന്ന് തിരിച്ച് 10 പേരടങ്ങുന്ന ഒരു ടീമായിട്ട് അവിടെ പോയി. അവിടെ അപ്പം ഈ കുട്ടി നമ്മളെ വിളിച്ച PG വിദ്യാർത്ഥി തന്നെ പറഞ്ഞിരുന്നു പോയിട്ട് ഡീനിനെ കാണണമെന്ന്.
അതും പ്രകാരം ഞാൻ ഡീനിനെ ചെന്ന് കണ്ടു. ഡീൻ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൾ, കോളേജിന്റെ ഡീൻ. ഡീനിനെ കണ്ടു. ഡീൻ അപ്പോൾ നമ്മളടുത്ത് വളരെ നിസ്സഹകരണമാണ് കാണിച്ചത്. കാരണം നിസ്സഹകരണം എന്ന് പറഞ്ഞാൽ സാറിന് വേറൊന്നും അറിയില്ല, നിങ്ങൾ എന്താണ് അറിഞ്ഞ ഇവിടെ ഒരു കുട്ടി അവൻ എന്തോ ചെയ്തിട്ടുണ്ട്, അതായത് ഒരു മാനസിക പ്രശ്നം കൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എനിക്ക് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ പോലീസിന് എടുത്ത് ചോദിക്കണം, പോലീസിന് അറിയാവുന്ന കാര്യങ്ങളെ എനിക്കും അറിയാവുള്ളൂ എന്നുള്ള രീതിയിലാണ് പുള്ളി നിൽക്കുന്നത്. പുള്ളിയിൽ നിന്ന് കുറേ വിശദീകരണമൊക്കെ കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതോടൊപ്പം തന്നെ പുള്ളി ഞാൻ ചോദിച്ചു, സാറേ എനിക്ക് ആ റൂം കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ അവൻ്റെ കുറച്ച് സഹപാഠികളോട് സംസാരിക്കാൻ പറ്റുമോ? അതൊന്നും പറ്റില്ല, പോലീസ് അനുവദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെന്ന് കാണാം, സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പോലീസ് അത് ചോദിച്ചിട്ട് വരാനല്ലേ പിന്നെ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ പിന്നെ ഇരിക്കുമ്പോഴാണ് പിന്നെ തുടർന്ന് അവരുമായിട്ട് സാറിൻ്റെ അടുത്ത് സംസാരിച്ച് സാറ് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോടൊപ്പം എവിടെ വരുന്നുണ്ട്, നിങ്ങളോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്, നിങ്ങൾ പോയാൽ മതി. സുൽത്താൻ ബത്തേരി മെഡിക്കൽ കോളേജിൽ സുൽത്താൻ ബത്തേരി താലൂക്ക് ഹോസ്പിറ്റലിൽ അവിടെ മോർച്ചറിയിലാണ്, നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ ഞങ്ങളും വരുന്നുണ്ടെന്ന്. അതും പ്രകാരം ഞങ്ങൾ നേരെ സുൽത്താൻ ബത്തേരി താലൂക്ക് ഹോസ്പിറ്റലിൽ പോയി. പോകുന്ന വഴിയിൽ വൈത്തിരി ഹോസ്പിറ്റലിൽ കയറി ഒരു നമ്മളെ പേരും അഡ്രസ്സും കൊടുക്കണമായിരുന്നു. അതും കൊടുത്തിട്ടാണ് നേരെ സുൽത്താൻ ബത്തേരി ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഞങ്ങളെ കാത്ത് വേറെ ആരും കോളേജ് അധികൃതരോ ആരും ഒന്നുമില്ല. ഈ SIയും ഒരു പോലീസ് കോൺസ്റ്റബിൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അവർ നമ്മളടുത്ത് ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ പോയി അവരുടെ ഈ ബോഡി ആദ്യം കാണിച്ചു തന്നു. അങ്ങനെ ഞാൻ ബോഡി നമ്മളെല്ലാവരും ഒരുമിച്ച് കയറി. അപ്പോൾ എനിക്ക് മാനസികമായിട്ട് മുഴുവൻ നോക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ മുഖം കണ്ടു, അവൻ്റെ കഴുത്തിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു മുറിവ്, ഈ ഭാഗത്തൊരു മുറിവ്, ഇത് നല്ല മുറിവുണ്ടായിരുന്നു. കുറുക്കിലൊരു ചതവ്, ആ ബാക്ക് ഭാഗത്ത് പുറകുവശത്തൊരു ചതവുണ്ടായിരുന്നു. പിന്നെ നെഞ്ചിൻ്റെ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ സ്പോട്ടുകൾ ചുമന്ന് കിടക്കുന്നതായിട്ട് ബന്ധുക്കളൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് കണ്ട ഉടനെ തന്നെ പോലീസിന്റെ സാറ് ഇതൊക്കെ മുറിവുണ്ട്, ഇത് തൂങ്ങിയതിന്റെ പാടുകൊണ്ട് ഉണ്ടായതായിരിക്കും, നമുക്ക് നോക്കാം എന്നല്ലാതെ വേറൊന്നും അദ്ദേഹം പറഞ്ഞില്ല. ഇതിൽ അസ്വാഭാവികമായിട്ടൊന്നുമില്ല, സാധാരണ തൂങ്ങി മരണമാണെന്നാണ് SI പറഞ്ഞുകൊണ്ടിരുന്നത്. ആ സമയത്ത് പോലീസിനോട് ചേട്ടൻ പറയും, പോലീസ് എന്താണ് പറയുക, ഇത് അടിച്ചതാണോ അതോ കയറിട്ട് മുറുക്കിയപ്പോൾ? പോലീസ് പറയണ കയറിട്ട് മുറുക്കിയപ്പോൾ സംഭവിച്ചതാവാം എന്നാണ് പറഞ്ഞത്. നെഞ്ചത്ത് അത് പറഞ്ഞിട്ടും അവർ ചിരിച്ചൊരു നെവർ മൈൻഡഡ്, ഒരു ആത്മഹത്യ എന്നുള്ള രീതി തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് ആദ്യത്തെ സമയത്ത് SI സമയത്ത് നമുക്ക് തോന്നിയത്. FIRൽ അവർ പറഞ്ഞിരിക്കുന്നത് എന്തോ മാനസിക പ്രശ്നം കൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നാണ് അവരും പറഞ്ഞിരിക്കുന്നത്. അതെ 4 കുട്ടികൾ, അതിൽ 4 കുട്ടികൾ അവൻ്റെ ബാച്ചാണ്, 2022 ബാച്ചാണ്. അതിൽ 3 പേര് അൽത്താഫ്, പിന്നെ എന്തോ 3 പേരുണ്ട് ലാസ്റ്റിലുള്ള ആ ലിസ്റ്റിൽ നമുക്ക് കാണുമ്പോൾ പറയാം. ലാസ്റ്റുള്ള 3 പേരും ഈ വീട്ടിൽ വന്ന് 2 ദിവസത്തോളം നിന്ന് ആഹാരമൊക്കെ കഴിച്ച് ട്രിവാൻഡ്രം കാണണമെന്ന് പറഞ്ഞ് വന്ന കുട്ടികളാണ് ഈ 3 പേര്. അതുപോലെ സിദ്ധാർത്ഥ വീട്ടിലോട്ട് വരാനിരുന്ന സമയത്താണ് തിരിച്ച് 15-ാം തീയതി അവൻ വരുന്നത് നെയ്യാറ്റിൻകര ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ്. നെയ്യാറ്റിൻകര ക്ഷേത്രത്തിൽ അന്ന് കൊടിയേറുന്ന ദിവസമാണ്. അപ്പോൾ രാവിലെ അവന് പങ്കെടുക്കാൻ പറ്റൂല, എന്നിരുന്നാലും വൈകുന്നേരമെങ്കിലും എത്താമെന്നുള്ള രീതിയിൽ 15-ാം തീയതി വന്നോട്ടോ എന്ന് അമ്മയോട് ചോദിക്കുന്നു. അപ്പോൾ അമ്മ വരാൻ പറയുന്ന അടിസ്ഥാനത്തിലാണ് അവൻ അവിടുന്ന് ട്രെയിൻ കയറി വരുന്നതും. ഉച്ചയ്ക്ക് ട്രെയിൻ കിട്ടിയില്ല, വൈകുന്നേരത്തോളം ട്രെയിനിൽ വന്നു. പിറ്റേന്ന് രാവിലെ ട്രെയിൻ ലേറ്റായി, പിറ്റേന്ന് രാവിലെ എത്തേണ്ട സമയത്തും എത്താത്തത് കൊണ്ടാണ് വിളിച്ചപ്പോൾ തിരിച്ചവൻ ഇങ്ങനെ അവൻ്റെ ഫ്രണ്ട് റഹാൻ എന്നാണ് പറഞ്ഞത്. റഹാൻ വിളിച്ചത് പ്രകാരം തിരിച്ചു പോയി. കോളേജിൽ ഞാൻ ഇപ്പോൾ എത്തിയിട്ടുണ്ട്, ഒരു സർട്ടിഫിക്കറ്റ് എന്തോ ഇഷ്യൂ ഉണ്ട്, പെട്ടെന്ന് കൊടുക്കണമെന്ന് പറഞ്ഞാണ് വിളിപ്പിച്ചത്. അപ്പോൾ അതും പ്രകാരമാണ് അവൻ എളുപ്പം പോയത്. അങ്ങനെയാണ് അന്ന് പോയത്. ഇല്ല, കോളേജിൽ ഉണ്ട്. കോളേജിൽ ഒരു യൂണിയനേ ഉള്ളൂ, SFI എന്ന് പറഞ്ഞ ഒറ്റ യൂണിയനാണ് കോളേജിലുള്ളത്. അപ്പം ഇതിലെ മൊത്തം അവനെ ഉപദ്രവിച്ചിരിക്കുന്നതും റാഗ് ചെയ്തിരിക്കുന്നതും ഈ കൊലപാതകത്തിലോളം ഉള്ള പ്രവർത്തികൾ ചെയ്തിരിക്കുന്നതും SFIക്കാരാണ്. പക്ഷെ ഈ പ്രവർത്തികളെല്ലാം മറച്ചു വയ്ക്കുകയും അവർക്ക് കൂട്ടു നിൽക്കുകയും ഇതെല്ലാം ചെയ്യാനുള്ള പ്രചോദനം കൊടുക്കുകയും ചെയ്തത് അവിടുത്തെ ഡീൻ ഉൾപ്പെടെയുള്ള അധികാരികളാണ്. ആ കോളേജിന്റെ പരമാധികാരി എന്ന് പറഞ്ഞാൽ ഡീനാണ്. ഈ അദ്ദേഹത്തിന്റെ റൂമിന്റെ കെട്ടിടത്തിന്റെ കുറച്ച്
വളരെ അടുത്തുള്ള ഒരു ഇത് ഹോസ്റ്റലിൽ നടന്ന കാര്യം അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്ന് തീർച്ചയായിട്ടും കേൾക്കും. കാരണം വേറൊരു കുട്ടി വിളിച്ചറിയിച്ചത് പ്രകാരം രാത്രി 12 മണിക്കെന്തോ ഒരു വലിയ 10 മണിക്കോ 10:30 11 മണിക്കെന്തോ നിലവിളിയാണ് ഇവന്റെ നിലവിളി കേട്ടു എന്നാണ് പറയുന്നത് അവിടെ എല്ലാം. അങ്ങനെ എല്ലാവരും അറിഞ്ഞിരുന്നു. അപ്പൊ ഡീൻ മാത്രം അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അതോടൊപ്പം അവിടുത്തെ ഹോസ്റ്റൽ വാർഡൻ എന്ന് പറയുന്ന ഒരാൾ അവിടെ പ്രസന്റ് അല്ല. ആരാണെന്ന് വാർഡൻ ഒന്നും ആർക്കും അറിയില്ല. അപ്പൊ ഹോസ്റ്റൽ വാർഡൻ ഇല്ല, ഡീൻ ഇല്ല. പിന്നെ അവിടെ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ, അദ്ദേഹത്തിന്റെ പേര് കാന്തനാഥൻ. ഇയാള് മൊത്തം കുട്ടികളെയും അത് ഭീഷണിപ്പെടുത്തി ഇവിടെ ഇങ്ങനെ റാഗിങ് നടന്നിട്ടില്ല എന്ന് എല്ലാവരുടെ അടുത്തും പറയണമെന്നും അത് ഈ യവൻ തന്നെ സഹായം അഭ്യർത്ഥിച്ചു പോയപ്പോൾ ഓടിച്ചു വിട്ടു എന്നാണ് പറയുന്നത് ഈ കാന്തനാഥൻ. അപ്പം ഇവരെല്ലാവരും ഈ SFIക്കാരോടൊപ്പം തന്നെ കുറ്റക്കാരാണ്. ഇവര് 3 പേരെയും ഇതേപോലെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ 3 പേരും കുറ്റക്കാരാണ്. ഇവരെ സസ്പെൻഡ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കണം. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ബോഡിയായിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. അപ്പോഴാണ് കുറച്ചൊരു നമ്പർ തന്നെന്ന് പറഞ്ഞല്ലോ. അതോടെയാണ് അവന്റെ പീഡനങ്ങളെല്ലാം അറിയുന്നത്. അപ്പൊ ഇവന്റെ പീഡനം അവർ ചെയ്തിരിക്കുന്നത് 130ഓളം കുട്ടികളുടെ മുന്നിൽ വെച്ച് പരസ്യമായിട്ട് വിചാരണ ചെയ്തു. പരസ്യ വിചാരണ ചെയ്യുകയും അവനെ കട്ടിയുള്ള എന്തോ വസ്തു കൊണ്ട് കുറുകെ അടിച്ചു, തലയ്ക്കും എല്ലായിടവും അടിച്ചു. അവനെ 2 ബെൽറ്റ് മുറിയുന്ന സമയം വരെ അടിച്ചു. പല പാറയുടെ മുകളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു, വാട്ടർ ടാങ്കിന്റെ മുകളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു, അവനെ ചവിട്ടി കിടത്തി, അങ്ങനെ പല ഇതും ചെയ്തു എന്നാണ് ഈ അവിടുത്തെ ഈ നമുക്ക് നമ്പർ തന്ന ടീച്ചറിന്റെ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. തുടർന്ന് ഇവനെ 3 ദിവസത്തോളം പട്ടിണിയിട്ട് ആഹാരവും വെള്ളവും കൊടുക്കാതെ പൂട്ടിയിട്ടാണ് ചെയ്തത്. പിന്നെ അമ്മ വിളിക്കുമ്പോഴൊക്കെ ഒരു മൂളല്, അമ്മ ഞാൻ കഴിച്ചു എന്നുള്ളതല്ലാതെ വേറൊന്നും പറയില്ല. അപ്പം ഈ കാര്യം കണ്ടു നിന്നാണ് അവന്റെ കൂട്ടുകാരായ അക്ഷയ്, റഹാൻ എന്നൊക്കെ പറയും. അവരാരും വീട്ടിൽ ഇൻഫോം ചെയ്തിട്ടില്ല. അപ്പൊ അവര് എന്താണെന്ന് അറിയില്ല. അവർക്ക് അവനോട് ഇത് വൈരോഗ്യം ഉണ്ടോ എന്നൊന്നും അറിയില്ല. അവരെ വീട്ടുകാരുടെ അടുത്തെങ്കിലും പറയണമായിരുന്നു. ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അവര് വന്നിട്ടുണ്ട്, അവരും ഇവിടുന്ന് കഴിച്ചു. അപ്പൊ ഇവരെല്ലാവരും കൂട്ടുനിന്നു ഈ കൊലയാളികൾക്ക്. അപ്പൊ ഇവരും തുല്യ കുറ്റവാളികളാണ്. അതോടൊപ്പം നമുക്ക് ഇപ്പം ലേറ്റസ്റ്റ് അറിയാൻ കഴിഞ്ഞത് ഈ നമ്മളെ ഡീനിന്റെ നേതൃത്വത്തിലാണ് അവൻ ഹാങ് ചെയ്ത് നിന്നതിനെ അഴിച്ചു മാറ്റി നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് മാത്രമാണ് പോലീസിൽ ഇൻഫോം ചെയ്തത്. അപ്പം ഒരാൾ തൂങ്ങി നിന്ന് മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പോലീസാണ് അത് ചെയ്യേണ്ടത്. എങ്ങനെ അത് ഇപ്പൊ നമ്മളെ വിശ്വാസം അവന് ഇപ്പൊ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം അവനെ എഴിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള മർദ്ദനമേറ്റിട്ടുണ്ട്. അവ ഇത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ മരണത്തിലേക്ക് തള്ളി വിട്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇവർ ചിലപ്പോൾ നിർബന്ധിച്ച് തൂങ്ങാൻ പറഞ്ഞതും ആവാം. ചവിട്ടി തുറന്നെന്ന് അവർ പറയുന്നതേ ഉള്ളൂ. നമുക്കാരും കണ്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അവൻ്റെ അടുത്ത് ഹാങ് ചെയ്യാൻ പറഞ്ഞ് ചെയ്യിച്ചതും ആവാം. അപ്പം എന്തായാലും ഇവർ തന്നെയാണ് കൊലപാതക പോലത്തെ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഡീനിന്റെ നേതൃത്വത്തിലാണ് ഇതിനെല്ലാം ചെയ്തത്. ഫസ്റ്റ് അപ്പോൾ നിങ്ങൾ ആരും പുറത്ത് പറയല്ലേ എന്നാണ് പറയുന്നത്. അപ്പൊ ഡീനിന് ഈ കാര്യങ്ങൾ മുഴുവൻ അറിയായിരുന്നു. അപ്പൊ ഡീൻ ഇതിൽ നല്ല പങ്ക് അദ്ദേഹത്തിനുണ്ട്. ആ നാളിതുവരെ ഞായറാഴ്ച മാത്രമാണ് ഡീൻ നമ്മളെ ഈ ഓഫീസിൽ വന്നിട്ടുള്ളത്, വീട്ടിൽ വന്നിട്ടുള്ളത് ഓഫീസിൽ നിന്ന്. ഇതുവരെ ഒഫീഷ്യലായിട്ട് വീട്ടുകാരെ അയാള് ഫോണിൽ ബന്ധപ്പെട്ടു. ഇന്ന് എന്തോ ഒരു ആവശ്യത്തിന് അവിടെ എന്തോ അപ്ഡേഷൻ എന്ന് വേണ്ടി എന്നെ വിളിച്ചിരുന്നു. നമ്മളെല്ലാം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് കട്ട് ചെയ്യുകയും ചെയ്തു. ഇത് മാത്രമാണ് ഡീനിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അപ്പൊ കോളേജ് അധികൃതർ SFIയോടൊപ്പം തന്നെ കുറ്റക്കാരാണ്. അച്ഛനോട് സിദ്ധാർത്ഥ കോളേജിൽ ഈ SFI കൊണ്ട് എന്തെങ്കിലും സിദ്ധാർത്ഥത്തിന് ശല്യം ഉണ്ടായിട്ട് പറയുന്നുണ്ടോ? ശല്യമായിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ അവ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ അവിടെ ഒരു യൂണിറ്റ് മാത്രമേ ഉള്ളൂ. ഇത് മുമ്പ് ഏതൊക്കെ സംഘടന ഉണ്ട്, അത് SFI മാത്രമേ ഉള്ളൂ. അവിടെ സംഘടന അത് വേറെ ആരെയും സമ്മതിക്കില്ല. തമാശയായിട്ട് പറയും. അപ്പം ഞാൻ പറയുന്നതൊക്കെ ഏതെങ്കിലും മുന്നണി വേണോ, ഏതെങ്കിലും സംഘടന വേണോ? അപ്പോൾ അയ്യോ എനിക്കൊന്നും വേണ്ട, ഞാൻ വല്ലതും കൊണ്ട് ചേർന്ന് കഴിഞ്ഞാൽ അവർ നാളെ എന്നെ വെട്ടിക്കൊല്ലും. ഒരു തമാശയായിട്ട് പറയുന്നു. പക്ഷെ അത് കാര്യമായിരുന്നു. ഞാൻ പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ ചേരണോ? എനിക്കൊന്നിനും ചേരണ്ട, എനിക്കതിനും സമയമില്ല. അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ ലാസ്റ്റ് ആകുമ്പോഴേ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അവർ സീനിയേഴ്സൊക്കെ ഒന്ന് പറയും മെമ്പർഷിപ്പ് എടുക്കണം എന്ന് ഒന്ന് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ അത്രേ പറഞ്ഞിട്ടുള്ളൂ. വളരെ അതല്ല സീരിയസ് ആയിട്ടൊന്നും വന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അവർ വേണ്ട എന്ന് പറഞ്ഞിട്ട് അവ അങ്ങ് വിട്ടിട്ടുണ്ട്. അവരെല്ലാവരും പറഞ്ഞ് ചേട്ടന്മാരൊക്കെ നിർബന്ധിക്കും മെമ്പർഷിപ്പ് എടുക്കണം, വേറെ ആരും വരാനും സമ്മതിക്കില്ല. പക്ഷെ അങ്ങനെ ഭീഷണിപ്പെടുത്തിയായിട്ടുള്ള ആ സമയത്ത് അവൻ പറഞ്ഞിട്ടില്ല. ചില ഭീഷണി ഉണ്ടായിരിക്കാം, ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ വിളിക്കാറുണ്ട്. അല്ല, ഞാൻ ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ വിളിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ വിളിച്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവൻ പിന്നെ തിരിച്ച് വിളിക്കും, ഇല്ല ഒരു മെസ്സേജ് അയക്കും.
ഇല്ല അവൻ തിരിച്ച് മെസ്സേജ് അയക്കും, അച്ഛാ ഞാൻ നാളെ വിളിക്കാം, ഞാൻ കുറച്ച് അവിടെ പോയി ഇവിടെ പോയി. അപ്പോൾ അത് അവൻ്റെ വിവരം കിട്ടിയില്ല എന്നുണ്ടെങ്കിലും എല്ലാ ദിവസവും ഞാൻ വീട്ടിൽ വിളിക്കും. അവൻ എല്ലാ ദിവസവും വീട്ടിൽ വിളിച്ചിട്ട് അവൻ്റെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ അവൻ്റെ കാര്യം മാത്രമേ ചോദിക്കുകയുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ അവൻ ഫോൺ ചെയ്യണത് 1 മണിക്കൂർ വരെ അവൻ്റെ അമ്മയോട് സംസാരിക്കും. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം എനിക്ക് കറക്റ്റായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ ഡെയിലി വിളിക്കില്ല, ആഴ്ചയിലൊരിക്കൽ, ആഴ്ചയിൽ 2 പ്രാവശ്യം വിളിക്കും. വീട്ടിലേക്ക് വന്നത് സിദ്ധാർത്ഥയാണ് ഫ്രണ്ട്സ് തിരിച്ച് വിളിച്ച് ഇങ്ങനൊരു ഒരു കൊലപാതകം എത്തിച്ചത്. അതെ മനഃപൂർവ്വം ഒരു പ്ലാൻഡ് ആയിട്ട് ഒരു പരിപാടിയാണ് ചെയ്തത്. കാരണം വീട്ടിലേക്ക് വരായിരുന്ന സിദ്ധാർത്ഥ തിരിച്ച് കള്ളം പറഞ്ഞ് വിളിക്കുന്ന ആവശ്യമില്ലായിരുന്നു. തീർച്ചയായിട്ടും അത് നമുക്ക് അപ്പോഴൊന്നും അതിനെക്കുറിച്ച് സൂചന ഇല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ 15-ാം തീയതി ആയപ്പോഴും ഞാനും അപ്പോൾ ഗൾഫിലായിരുന്നു. 15-ാം തീയതി ആയപ്പോഴും വൈഫ് വിളിച്ചു പറഞ്ഞു, സിദ്ധാർത്ഥ സിദ്ധു എന്ന് നമ്മൾ വിളിക്കുന്ന സിദ്ധു വരുമെന്ന് പറഞ്ഞു, രാവിലെ വരുമെന്ന് പറഞ്ഞു, ഉത്സവമുണ്ട്, രാവിലെ വന്നിട്ട് വൈകുന്നേരത്തോടെ എത്തും. ഞാൻ പറഞ്ഞാൽ ഓക്കെ നല്ലത്, നമുക്ക് 2-3 ഉത്സവം ഉണ്ടല്ലോ. അപ്പോൾ അതിന് എത്ര സമയമായി ഞാൻ വിളിച്ചു. ഞാൻ രാവിലെ വീട്ടിൽ വിളിച്ചപ്പോൾ പറഞ്ഞു സിദ്ധു സിദ്ധു വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു എന്താ വരാത്ത സമയം താമസിച്ചല്ലോ. ഇല്ല അവൻ വന്നിട്ട് എറണാകുളം വരെ തിരിച്ചു പോയി. അപ്പോൾ ഞാൻ അതെന്ത് എറണാകുളം തിരിച്ചു പോയത്? അപ്പോൾ എറണാകുളം വരെ എത്തിയിട്ട് റഹാൻ വിളിച്ച് തിരിച്ചു പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ആ റഹാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എനിക്കറിയാം, പേഴ്സണലി കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയർ മുതലുള്ള കൂട്ടുകാരനാണ്. റഹാൻ വിളിച്ച് തിരിച്ചു പോയി. എന്തിനാണ് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് കുറച്ച് സർട്ടിഫിക്കറ്റ് കോളേജിൽ അത്യാവശ്യമായിട്ട് കൊടുക്കാറുണ്ട്, അതുകൊണ്ട് പോയി. ഇത്ര മാത്രം പറഞ്ഞിട്ട് എൻ്റെ വൈഫും ഫോൺ വെച്ചു. അവൾക്ക് ഇത്രേ പറഞ്ഞോളൂ. അത് കഴിഞ്ഞിട്ട് 2-3 ദിവസം വരെ ഇവൻ അങ്ങോട്ട് വിളിക്കുമ്പോഴേ അവൻ ഒരു മറുപടിയും പറയുന്നില്ല. മറുപടി കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എപ്പോഴും ഇവിടെ നിന്ന് ലീവ് അല്ലെങ്കിൽ യാത്ര കഴിഞ്ഞ് പോയാലും ഒരു ദിവസം ഫുള്ള് മൂടോഫ് എന്നല്ല ഉറക്കമായിരിക്കും, ക്ഷീണമായിരിക്കും. അതുകൊണ്ട് അന്ന് അസ്വാഭാവികമായിട്ടൊന്നും തോന്നിയില്ല. ഉറക്കമായിരിക്കും എന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് 17-ാം തീയതി വിളിച്ചു. 17-ാം തീയതി വിളിച്ചിട്ട് ഞാൻ വിളിച്ച സിദ്ധു എന്തായി കോളേജിൽ ആ പേപ്പർ കൊടുത്ത. അപ്പോൾ അവൾ പറഞ്ഞു വിളിച്ചപ്പോഴേ അവ കിടക്കണ്, കുറച്ച് കഴിഞ്ഞ് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ ഡൗട്ടൊന്നും തോന്നിയില്ല. സാധാരണ 1 മണിക്കൂർ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഒരു ഡൗട്ടും തോന്നിയില്ല. പിറ്റേന്ന് വീണ്ടും വിളിക്കുമ്പോഴും ആണ് അവൻ ഫോൺ എടുത്തില്ല. അപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ്റെ അക്ഷയ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ കൂടെ നിൽക്കുന്ന ഫസ്റ്റ് ഇയർ മുതലുള്ള അക്ഷയെ വിളിച്ചിട്ട് ഫോൺ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഉടനെ ഫോൺ അവൻ്റെ കൊടുത്തു, സിദ്ധുവിൻ്റെ കൊടുത്തു. പിന്നെ വീണ്ടും ഒറ്റ വാക്കെ സംസാരിക്കുള്ളൂ, അമ്മ ഞാൻ കഴിക്കാൻ പോണു, അല്ലെങ്കിൽ ഞാൻ കിടക്കുന്നു. അപ്പോഴും ഫോൺ കട്ടാവും. വീണ്ടും എന്തോ രാത്രി വിളിച്ചു. വിളിക്കുമ്പോഴും വിളിക്കുന്ന സമയത്ത് ആദ്യം ഡയറക്റ്റ് സിദ്ധുവിനെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കില്ല. പക്ഷേ ഈ കാര്യം എനിക്കറിയാം. അവൾ വിളിക്കുമ്പോൾ ഫോൺ കുറച്ച് നേരം വിളിച്ചിട്ട് ഞാൻ അക്ഷയെ വിളിച്ചു. അക്ഷയെ വിളിക്കുന്ന അതേ സമയത്ത് എന്നെ സിദ്ധുവിൻ്റെ ഫോൺ കിട്ടും. അവൻ പറയുന്നത് ഞാൻ കഴിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഞാൻ കിടക്കാൻ പോകുന്നു. ഈ 18-ാം തീയതിയും ഇത് തന്നെയാണ് ഉണ്ടായത്. 18-ാം തീയതി പറഞ്ഞു അവൻ നാട്ടിലോട്ട് വരുന്നു. എന്നോട് പറഞ്ഞില്ല, വൈഫിനോട് പറഞ്ഞു 18 നാട്ടിലോട്ട് വരുന്നു. 12 മണിക്ക് സിദ്ധുവിന്റെ മാമൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ സിദ്ധുവിന്റെ ഒരുപാട് പാടുകളുണ്ടായി. പോലീസ് പറയുന്ന വിഷയത്തിന് തൂങ്ങി പറ്റുന്ന പാടായിരിക്കുന്നു. ഈ കോളേജിലെ അധ്യക്ഷകർ ഒരു നല്ല രീതിയിലല്ല പെരുമാറിയെന്ന് മാമൻ പറയുന്നുണ്ട്. അപ്പൊ ഈ മരണത്തിൽ കോളേജ് അധികൃതരും പങ്കില്ലേ? തീർച്ചയായിട്ടും പങ്കുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ 3 ദിവസം വെച്ച ഒരു ടോർച്ചറിങ് ആണ് നടന്നിരിക്കുന്നത്, റാഗിങ് ആണ് നടന്നിരിക്കുന്നത്. 3 ദിവസം വരെ അങ്ങനെ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അവർക്ക് ആർക്കും അറിയാതിരിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, എൻ്റെ അളിയൻ പറഞ്ഞാണ് 130ഓളം പേര്, ഇത്രയും പേരെ വെച്ച് മുമ്പ് വെച്ച് പരസ്യ വിചാരണ നടത്തിയിട്ട് ഒരു ടോർച്ചറിങ്ങും ഒരു റാഗിങ്ങും മർദ്ദനവും നടക്കുമ്പോൾ ഒരു ഡീന് ഒരു പ്രിൻസിപ്പാൾ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കും എന്ന് പറയുമ്പോൾ അത് ഭയങ്കര കുറ്റമാണ്. ഡീനാണ് വാർഡൻ. അപ്പോൾ അവിടുത്തെ വാർഡൻ എവിടെ പോയി? ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ 130 പിള്ളേരെ വെച്ച് പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അവിടുത്തെ വാർഡൻ എവിടെ പോയി? ആ വാർഡൻ എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല? അല്ലെങ്കിൽ ഈ ഡീന് എന്തുകൊണ്ട് നമ്മൾക്ക് ഈ കാര്യങ്ങൾ ആദ്യം അറിയിച്ചില്ല? അത് മാത്രമല്ല, വളരെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഇവിടെ വന്ന കുട്ടികൾ എന്നോട് പറഞ്ഞിട്ട് പോയി. അത് മാത്രമാണ് എനിക്കറിയാമെന്നുള്ള ഒരു എവിഡൻസ്. ബാക്കിയുള്ളതെന്നറിയില്ല. അതായത് ഈ മരണം നടന്നത് 18-ാം തീയതിയാണ്. 18-ാം തീയതി മരണം നടന്നു. ഞാൻ അപ്പോഴെന്നെ വന്നു, എന്നെ വിളിച്ച് പറഞ്ഞ് ഞാൻ എങ്ങനെ ഇവിടെ എത്തി. 19-ാം തീയതി ഇവിടെ എത്തിയിട്ട് എത്തിയ സമയത്ത് ഇവരെല്ലാം ബോഡി വാങ്ങാൻ പോയി. ഷിബു എൻ്റെ അളിയനും എല്ലാം ബോഡി വാങ്ങാൻ പോയി. അവർ വയനാട്ടോട് പോയിക്കൊണ്ടിരുന്നു. ഞാനിവിടെ വന്നപ്പോൾ ഒരു വിവരമില്ല. ഇവിടെ വന്നപ്പോഴേ പറഞ്ഞു മകൻ തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞു. ബോഡി കൊണ്ടുവരുന്നതിന് മുമ്പ് ഇവിടെ ഉള്ളവർ ഏതോ സ്റ്റേഷനിൽ നിന്നോ പോലീസ് സ്റ്റേഷനിൽ നിന്നോ അറിയിച്ചു മകൻ തൂങ്ങി മരിച്ചാണ് അവിടെ നിന്ന് അറിയിച്ചത്. അപ്പോഴേ ഞാൻ വിചാരിച്ചു അതൊരു ചാൻസും ഇല്ല, മകൻ തൂങ്ങി മരിക്കില്ല. ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് 20-ാം തീയതി മോൻ്റെ ബോഡി കൊണ്ടുവന്നു. ഇവിടെ വന്നിട്ട് ഇവിടെ കിടത്തിയത്.
കിടത്തിയിട്ട് പിന്നെ ചടങ്ങിന് വേണ്ടി എടുത്തുകൊണ്ട് പോയി, സംസ്കാരത്തിന് വേണ്ടി കൊണ്ടുപോയി. അപ്പം എൻ്റെ ഇളയ മകനായി സംസ്കാരം ചെയ്യുന്നത്, അവൻ്റെ അനിയൻ. അപ്പം ഞാൻ കൂടെ പോയില്ല, കുറച്ചപ്പുറത്താണ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ തന്നെ ഇരുന്നു, ഇവിടെ കുറച്ചകത്ത് മാറിയിരുന്നു. അപ്പം വീട്ടുകാരുടെ ഈ കരച്ചിലും കാര്യങ്ങളെല്ലാം എനിക്ക് കേൾക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മാറിയിരുന്നതിന് അപ്പുറത്തോട്ട് മാറിയിരുന്നപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കുട്ടികൾ എൻ്റെ അടുത്ത് വന്നു. ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ ഇറങ്ങിയപ്പോഴൊക്കെ ഞാൻ കണ്ടു കുറച്ച് കുട്ടികൾ വരുന്നത്. ഞാൻ വിചാരിച്ച അവൻ്റെ കോളേജിലുള്ള കുട്ടികളായിരിക്കുന്നു. ആ കുട്ടികൾ വന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുനിഞ്ഞിരിക്കുകയായിരുന്നു. എൻ്റെ അടുത്ത് വന്നിട്ട് 2 പെൺകുട്ടികളും ആൺകുട്ടിയുണ്ട്. എൻ്റെ തോളിലും കഴുത്തിലും ഒക്കെ പിടിച്ചിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ചെവിയിലോട്ട് വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു. അങ്ങളെ ഒരു കാര്യം പറയട്ടെ. അവർ മനസ്സിലാക്കി ഞാനാണ് അച്ഛനാണ്. അങ്ങളെ ഒരു കാര്യം പറയണം, പറഞ്ഞു കേട്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് അച്ഛനോടോ അല്ലെങ്കിൽ അമ്മയോടോ പറഞ്ഞിട്ട് പോകാൻ പറ്റുള്ളൂ. വേറെ ആരൊക്കെയാണ് ഇവിടെ ബന്ധുക്കളോ കാര്യങ്ങളോ നമുക്കറിയില്ല. ഞാൻ പറഞ്ഞു മക്കളെ പറഞ്ഞാൽ കുഴപ്പമില്ല, അതിപ്പോൾ അമ്മയുടെ അടുത്ത് പറയാൻ പറ്റില്ല, അമ്മയുടെ സ്ഥിതി ഇതാണ്, അച്ഛൻ കേൾക്കണം. അത് കഴിഞ്ഞിട്ട് ഉടനെ പറഞ്ഞ് മംഗളെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ സിഞ്ചോ നമ്മളെ തല വിട്ടു എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ആരെന്ന് സിഞ്ചോ എന്ന് എനിക്കറിയില്ല, സിഞ്ചോ തല വിട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ പറഞ്ഞു, ഇതാര് സിഞ്ചോ? ഞാൻ ഒരിക്കലും ആ പേര് കേട്ടിട്ടില്ല. അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞ കോളേജിൽ നിന്നും പറഞ്ഞു വിട്ടു, ഇവിടെ നടന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ പഠിത്തം മതിയാക്കിക്കും, അതും പറഞ്ഞു വിട്ടു. അതുകൊണ്ട് നമുക്ക് പേടിയാണ്. പക്ഷേ ഈ കാര്യം പറഞ്ഞില്ലെങ്കിൽ ജീവിതകാലം മൊത്തം നമുക്കൊരു സമാധാനം കിട്ടൂല. അങ്ങളെ ഇതൊന്ന് കേൾക്കണം, ഇത് കേട്ടിട്ട് നിങ്ങൾ ഇത് വെറുതെ വിടല്ലേ എന്ന് പറഞ്ഞു. അവർ പേരോ കാര്യമൊന്നും പറഞ്ഞില്ല. എനിക്ക് ആ ഒരു 15 അവൻ്റെ ബോഡി കൊണ്ടുപോയി 15 മിനിറ്റ് ആയുള്ളൂ. അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ടൊന്നും പ്രതികരിക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞ മക്കളെ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്താണെങ്കിലും പറഞ്ഞു തന്നു. അപ്പോഴാണ് പറഞ്ഞത് അതുവരെയ്ക്കും എനിക്ക് വേറെ കാര്യങ്ങളൊന്നും അറിയില്ല. ഈ മുമ്പ് ഷിബു പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിന് മുമ്പേ നടന്നുകൊണ്ടിരുന്നത്, അതെല്ലാം അറിയാമായിരുന്നു. പക്ഷെ എന്നോട് ആരും ഒന്നും പറഞ്ഞില്ല. അപ്പോഴാ ആ കുട്ടികൾ പറയുന്നത് ഞങ്ങളെ സിഞ്ചോയും അവൻ്റെ ഫ്രണ്ട്സും പിന്നെ അക്ഷയ്, റഹാന്, ഡാനി, അക്ഷയും റഹാനും ഡാനി. ഈ അക്ഷയ്, റഹാന്, ഡാനി എന്ന് പറയാൻ കാര്യം ഈ പേര് എനിക്ക് നല്ലവണ്ണം അറിയാം, എപ്പോഴും അറിയാം. അവൻ മോനെ വിളിക്കുമ്പോഴും എല്ലാം അവൻ്റെ കൂട്ടുകാരാണ്, അവരെല്ലാം ഫസ്റ്റ് ഇയർ എന്നുള്ള കൂട്ടുകാരാണ്. വൈഫ് വിളിക്കുമ്പോഴും പറയും ഈ പേരുകളെ, കൂട്ടുകാരുടെ പേരും. അവരോട് പുറത്തു പോയി, ഡാനിയുടെ അടുത്ത് പുറത്തു പോയി, അക്ഷയുടെ പുറത്ത് പോയി കഴിക്കാൻ പോയിരുന്നു. അപ്പോൾ ഈ പേരെനിക്കറിയാം. അക്ഷയും റഹാനും ഡാനിയും സിഞ്ചോയും ഫ്രണ്ട്സും കൂടെ അവന് ഹോസ്റ്റലിൽ റൂമിട്ട് തീർത്തയാണെങ്കിൽ അവൻ തൂങ്ങി മരിച്ചതല്ല. വേറെ ഡീറ്റെയിൽസ് ഒന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല. ഹോസ്റ്റൽ റൂമിട്ട് തീർത്ത വെറുതെ വിടല്ലേ, പറയാതെ പോയി കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം നമുക്കൊരു സമാധാനം ഉണ്ടാവും. ഇത്രയും പറഞ്ഞിട്ട് അവരങ്ങ് പോയി. അതിന് ശേഷം പിന്നെയും അതിൻ്റെ പിറ്റേന്ന് ഞാൻ അറിയുന്നത് ഈ 3 ദിവസം വരെ ഇവൻ തിരിച്ചു പോയാൽ ഞാൻ അറിയിക്കുക. തിരിച്ചു പോയിട്ട് 3 ദിവസം വരെ ഇവന്മാർ എല്ലാവരും കൂടെ ഇട്ട് റാഗ് ചെയ്ത് അടിച്ച് കൊന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ ഒരു കാര്യം കറക്റ്റായിട്ട് എനിക്കറിയാം. ഇവരൊന്ന് പറഞ്ഞിട്ടുള്ളത് ബാക്കിയൊന്നും അറിയില്ല. മറ്റുള്ള കാര്യം, ഒരു കോളേജിൽ വിദ്യാർത്ഥിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നു, കോളേജ് അധികൃതർ അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട സ്റ്റാഫുകൾ അച്ഛനെ അമ്മയെ വിളിച്ചു പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ബന്ധുക്കളെ വിളിച്ചണം. പക്ഷെ ഇവിടെ വിളിച്ചു PG സ്റ്റുഡന്റ് ആണ്. അതാണ് നമുക്ക് സംശയം. ഉറപ്പായിട്ടും പറയാം ഇവിടുത്തെ ലോക്കൽ അവന്റെ ഗാർഡിയൻ നമ്മൾ, അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത കോൺടാക്ട് നമ്പർ, പിന്നെയുള്ള കോൺടാക്ട് നമ്പർ എല്ലാം നമ്മൾ കൊടുത്തു വന്നിട്ടുണ്ട്. അവർക്ക് നമ്മളത് വിളിച്ച് പറയണമല്ലോ. അപ്പൊ എന്തുകൊണ്ട് അവർ PG സ്റ്റുഡന്റ് നമ്മൾ വിളിച്ച് പറയേണ്ടി വന്നത്? അതേ അച്ഛനമ്മയെ വിളിച്ച് പറയണം. ഓക്കെ, ബുദ്ധിമുട്ടാണെങ്കിൽ വേറെ നമ്പറുണ്ട്, കോൺടാക്ട് നമ്പറുണ്ട്. അല്ലെങ്കിൽ അവരെ അറിയിക്കേണ്ട കാര്യമില്ല. അവരിവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും അറിയിക്കുക എവിടെ ചെന്ന് കാര്യം ഒന്ന് പറയാനായിട്ട്. അവരല്ല അവിടെ പഠിക്കുന്ന ഒരു PG സ്റ്റുഡൻറ്റിനോടും അല്ല പറയേണ്ടത്. അത് നമ്മൾ നഴ്സറി പഠിക്കുന്ന ഒരു കുട്ടിയുടെ അടുത്ത് പറഞ്ഞിട്ട് നീ ചെന്ന് പറ എന്നുള്ള ഒരു സ്റ്റാൻഡേർഡായി പോകും. PG സ്റ്റുഡൻറ്റ് വന്നതെന്ന് പറഞ്ഞാൽ അവൻ പഠിക്കാനാവുന്നെങ്കിൽ അവൻ പഠിച്ചിട്ട് അവൻ്റെ കാര്യം നോക്കിക്കോട്ടെ. പുള്ളിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഡീനിൻ്റെ എന്ന് പറഞ്ഞാൽ ഡീനിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. ഡീനിൻ്റെ ഉത്തരവാദിത്വം എന്തൊക്കെയാണെന്നുള്ള പുള്ളിക്ക് ഒരുപാട് ഉത്തരവാദിത്വമുണ്ട്. അതെല്ലാം എനിക്കറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ ഡീനാവും. അപ്പോൾ പുള്ളിക്ക് ഒന്നും അറിയില്ലേ? അതിനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഡീനിൻ്റെ ഉത്തരവാദിത്വം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ എന്താണ് അതിൻ്റെ ഫർദർ എടുക്കേണ്ട തീരുമാനം, അതിൻ്റെ അടുത്ത് എന്താണ് ചെയ്യണം. ഒരാഴ്ച വരെ, ഒരു ഞായറാഴ്ച അവൻ മരിച്ചു, അടുത്ത ഞായറാഴ്ച വരെ ആ ഡീൻ എന്ന് പറഞ്ഞ അതോ കോളേജ് ആൾക്കാരോ നമ്മളോടൊന്ന് വിളിച്ചു ചോദിക്കുകയോ ഇവിടെ വന്ന് കാര്യം പറയുകയോ ഒന്നും ചോദിച്ചിട്ടില്ല. പിന്നെയാ നമ്മൾ ലാസ്റ്റ് അറിഞ്ഞത്
ഈ അവൻ തൂങ്ങി നിന്നത് കണ്ടപ്പോഴേ, അല്ലെങ്കിൽ മരിച്ചു കിടന്ന് കൊണ്ടപ്പോഴേ, ഡീനും അവിടുത്തെ അവൻ്റെ ഫ്രണ്ട്സും സീനിയേഴ്സും കൂടെ എല്ലാം വന്ന് അതിനെ അഴിച്ചെടുത്തു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞ് കൊണ്ടുപോയതിന് ശേഷം മാത്രമാണ് പോലീസിനെ അറിയിച്ചത്. ഡീനും അവൻ്റെ കുറച്ച് സാറിൻ്റെ ഒരു പേരെനിക്കറിയില്ല, ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ സാറുണ്ട്, അവരെല്ലാവരും കൂടെ ആണ് അഴിച്ചു കൊണ്ടുപോയത്. ഡീന് ഈ പ്രതിപട്ടികയിൽ പുള്ളി കൊണ്ട് ഉറപ്പാണ്, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇന്ന് കുറച്ച് ഉച്ചയ്ക്ക് വന്ന വാർത്ത എക്സൈറ്റ് കുറച്ച് നേതാക്കൾ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു പറയുന്നത്. പക്ഷേ 10 ദിവസം ഈ നേതാക്കൾ ഈ കോളേജിൽ തന്നെ ഉണ്ടായിരുന്നു. അന്ന് അറസ്റ്റ് ചെയ്ത് പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്യുന്നു. മാധ്യമങ്ങളുടെ മുമ്പിൽ വാർത്ത വന്നുകൊണ്ട് രാഷ്ട്രീയ നേതാക്കൾ ഈ മരണം ഏറ്റെടുത്തുണ്ട്. ഇന്ന് നടന്ന അറസ്റ്റ് വെറും നാടകമല്ലേ? ഇന്ന് അറസ്റ്റ് നടന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ അറസ്റ്റും കാര്യമൊന്നും നോക്കുന്നില്ല. ഇന്ന് എന്നോട് പറഞ്ഞു ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് മുമ്പ് പറഞ്ഞു ഇന്നൊരു അറസ്റ്റ് നടന്നു പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഈ ലിസ്റ്റിലുള്ള ആൾക്കാരല്ല എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവർ പറയുന്നു ഈ ലിസ്റ്റിലുള്ള ആൾക്കാരല്ല എന്ന്. അപ്പോൾ ഈ അറസ്റ്റ് നടന്നിട്ടുള്ളത് കറക്റ്റായിട്ടുള്ള ആൾക്കാരെയാണോ ഇല്ലയോ എന്നുള്ള കാര്യം ഇനി കണ്ടുപിടിച്ചാലേ പറയാൻ പറ്റുള്ളൂ. കാരണം എനിക്കിപ്പോൾ അത് പറയാൻ പറ്റില്ല ഇതെന്തുകൊണ്ട് അവർ കുറ്റവാളിയാണോ. പക്ഷേ ഈ 12 പേരിലല്ല, ഇനിയും ഉണ്ട് ഒരു 10-15 പേര് ഇനിയും ഉണ്ട്. നമുക്കറിയാം വ്യക്തമായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ബാക്കിയുള്ള 15 പേരിലുള്ളവരാണ് ഇത് കിട്ടിയിട്ടുള്ളതെന്ന് അറിയില്ല. എന്ത് കഴിഞ്ഞാലും ഇതൊക്കെയാണ് ഇത്രയും മാധ്യമ പ്രശ്നം ആയിക്കൊണ്ടാണ് മാത്രമാണ് ഈ അറസ്റ്റ് നടന്നിട്ടുള്ളത്, 10 പേരെയും കിട്ടിയിട്ടുള്ളത്. ഇത്രയും പ്രഷർ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ 10 പേരെ അറസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഈ 10 പേരാണ് ഇനിയുണ്ടോ ഇനി വരാനുണ്ടോ അത് കൃത്യമായിട്ട് എനിക്ക് ഇപ്പം പറയാൻ പറ്റില്ല. കാര്യം പറഞ്ഞാൽ DYSP സാറ് നമ്മളോട് ഇനിയിപ്പോൾ പുള്ളി നമ്മൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. അമ്മ സിദ്ധാർത്ഥ് വീട്ടിലേക്ക് വരുന്നെന്ന് പറഞ്ഞിട്ട് തിരിച്ച് കോളേജിൽ ചെല്ലായിരുന്നു. അപ്പം അമ്മയെ വിളിച്ച് പറഞ്ഞായിരുന്നു അമ്മയെ കോളേജിൽ എത്തിയെന്നും. കോളേജിൽ എത്തിയെന്ന് വിളിച്ചില്ലായിരുന്നു. അപ്പം ഞാൻ എത്തുന്ന സമയം നോക്കി ഞാൻ അങ്ങോട്ട് വിളിച്ച് കുറേ ടൈം വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ ഇടയ്ക്ക് വെച്ചെടുത്ത് പറഞ്ഞു ഫോൺ ഓഫായി പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കിട്ടാത്തതുകൊണ്ട് അക്ഷയെ വിളിച്ചിട്ട് ഇങ്ങനെ സിദ്ധു എത്തിയിട്ടുണ്ടോ നോ കിടക്കുന്നു ആൻറ്റി വന്നു കിടക്കുന്നു, ഞാൻ അവൻ്റെ അടുത്ത് വിളിക്കാൻ പറഞ്ഞു, ഇങ്ങോട്ടൊന്ന് വിളിക്കുക. അവൻ കുറച്ച് സമയം കഴിഞ്ഞത് ഇങ്ങോട്ട് തന്നെ വിളിച്ചു. അപ്പം ഞാൻ എത്തിയിട്ടുണ്ട്, കിടക്കുന്നു, ഫോൺ ഓഫായി പോയിട്ടാണ് എടുക്കാത്തത്. പക്ഷെ റിങ്ങൊക്കെ ആയിരുന്നു. വാങ്ങി കിടന്നോ, പോകുന്ന ക്ഷീണമല്ലേ. അങ്ങനെ അവൻ കിടന്നു. ഉച്ചയ്ക്ക് വീണ്ടും വിളിച്ച് ഫുഡ് കഴിക്കാൻ പോകുന്നു. ഞാൻ വിളിക്കാം, ഞാൻ കഴിച്ചു, ഞാൻ വിളിക്കാം. സംസാരത്തിന് എനിക്ക് 16-ാം തീയതി എനിക്കൊന്നും തോന്നിയിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ട്രാവൽ ചെയ്ത് പോയത് കൊണ്ട് എനിക്ക് അതൊന്നും ശരിയായിട്ടില്ല. 17-ാം തീയതി ആയപ്പോൾ എനിക്ക് എന്ത് പറ്റിയത്, ഇല്ല എനിക്ക് ക്ഷീണം എന്നോട് കിടക്കുന്നു, വിളിക്കാം. ഞാൻ അവധിയായിരുന്നു, അവധിയായിരുന്നു. ഞാൻ പിന്നെ അവർക്ക് കിടക്ക്, തുണി കലക്കുണ്ടെങ്കിൽ അലക്ക് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെയ്യാം, വയ്ക്കട്ടാ അത് ചോദിച്ചു. അങ്ങനെ അന്നും ഇടയ്ക്ക് 2-3 പ്രാവശ്യം വിളിച്ചപ്പോൾ എടുത്തില്ല. അപ്പം ഇതെല്ലാം 2-3 തവണ വിളിക്കുമ്പോൾ ഇതെടുത്തിട്ട് ഇത്രയും ഒന്ന് അപ്പോൾ ഞാൻ അന്ന് തലേ ദിവസം വിളിച്ചതുപോലെ അക്ഷയ് വീണ്ടും ഞാൻ മെസ്സേജ് അയച്ചു, മോനെ സിദ്ധു ഫോൺ എടുക്കുന്നുണ്ട്, കോൾ ചെയ്യാൻ പറയുമോ എന്ന് ചോദിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ സിദ്ധു വിളിച്ചിട്ട് പറഞ്ഞു കിടക്കയിരുന്നു, വേറെ ഒന്നുമില്ല വയ്ക്കട്ടാ എന്ന് ചോദിച്ചു. മോനെ എന്താ ഇപ്പോൾ കിടക്കുന്നു? ഇല്ല ക്ലാസ് ഇല്ലല്ലോ, ഞാൻ വെറുതെ കിടക്കുന്നു. പിന്നെ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്ലാസ് ഇല്ലെങ്കിൽ ഇവരെപ്പോഴും കിടപ്പും ഇതൊക്കെ അങ്ങനെ വിചാരിച്ചു. 18-ാം തീയതി ഞാൻ ചോദിച്ചു എൻ്റെ അടുത്ത് എന്തെങ്കിലും മൂഡൊക്കെ ഉണ്ടോ. ഇല്ല ഞാൻ വയ്ക്കട്ടെ വേറെ ഒന്നുമില്ല വയ്ക്കട്ടെ. ഇത്രയാണ് ഇവൻ ഈ 3 ദിവസം കൊണ്ട് 16, 17, 18 ഉച്ച വരെ സംസാരിച്ച കാര്യങ്ങൾ. വേറെ ഒരു കാര്യം, കോളേജിലെ കാര്യമോ റൂമിലെ കാര്യമോ ഒന്നും കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഇല്ല അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. സഫിയാണ് അവിടുത്തെ യൂണിയൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഇല്ല അതിനുള്ള സമയം കിട്ടിയിട്ടില്ല. ഫസ്റ്റ് ഇയർ വേറെ റെപ്പായിരുന്നു, സെക്കൻഡ് ഇയർ കയറിയപ്പോൾ വേറൊരു കുട്ടിയായി. ഞാൻ ചോദിച്ചാൽ അതെന്താ നീ ആവാത്ത? അത് യൂണിയനിലെ കുട്ടി യൂണിയനിലുള്ളവരാണ് റെപ്പൊക്കെ ആവുന്നത്. ഫസ്റ്റ് ഇയർ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാക്കും, പിന്നെ സെക്കൻഡ് ഇയർ ആകുമ്പം മാറും. അത് തന്നെ. പിന്നെ ഇവൻ ഇങ്ങനെ ബിസിയാണ് എപ്പോഴും, അവിടുത്തെ ഓരോ വർക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞങ്ങളെ വിളിച്ചോ?
ഞങ്ങളാരും വിളിച്ചിട്ടില്ല. ഞാൻ അങ്ങോട്ട് വിളിച്ചവരും എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. അന്ന് വന്ന കുട്ടിയുടെ അടുത്ത്, അന്ന് വന്നപ്പം അക്ഷയനെ ഞങ്ങൾക്ക് നല്ലപോലെ അറിയാവുന്നതാണ്. അക്ഷയ് ദേവരാഗ് അവരെയൊക്കെ നല്ലപോലെ അറിയാം. അപ്പോൾ അക്ഷയനെ ചോദിച്ചത്, മോനെ ഞാൻ 2 പ്രാവശ്യം നിന്നെ വിളിച്ചതല്ലേ, നീ ഒന്ന് എൻ്റെ അടുത്തൊന്നും പറയാത്ത എന്താന്ന് ചോദിച്ചപ്പോൾ അക്ഷയ് ഇങ്ങനെ കുനിഞ്ഞ് തല കുനിച്ച് ഇങ്ങനെ എൻ്റെ കൈ പിടിച്ച് ഞാൻ കരഞ്ഞു. അപ്പോൾ അവിടെ ഫ്രണ്ട്സ് തമ്മിൽ ഇങ്ങനെ എൻ്റെ അടുത്ത് തന്നെ ഫ്രണ്ട്സ് നിൽക്കുന്നു. അവരിങ്ങനെ പറഞ്ഞു, ഇപ്പോൾ സമാധാനമായല്ലോ, നിനക്കൊക്കെ ഇപ്പോൾ ഇവർക്കെല്ലാം അറിയായിരുന്നു. ആ ആ അറിയായിരിക്കണം, എന്തായാലും നല്ല പോലെ കാര്യങ്ങൾ അറിയായിരിക്കണം. ഗേൾസാണത്. അപ്പം അവർക്ക് ആർക്കെങ്കിലും ഒന്ന് നമ്മളെ ഇൻഫോം സിദ്ധാർത്ഥിന്റെ മാമന്റെ നമ്മൾക്ക് പറഞ്ഞു വെച്ചാൽ ചെന്നപ്പോൾ ബോഡി ശരീരത്തിൽ ഒരുപാട് മുറിവുകൾ പാടുകളുണ്ടായിരുന്നു. ഹിസ്റ്റോളജി അധികൃതരും കേരളത്തിൽ പോലീസും ഒരു എന്താണ് നല്ലൊരു സംരക്ഷണമോ അല്ലെങ്കിൽ ഒരു കേസുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നത്. നമുക്ക് എന്താ തോന്നുന്നത് കോളേജ് അധികൃതർ ചെയ്യുന്നത്? അധികൃതരും ഞങ്ങളടുത്ത് ഇതുവരെ അവർക്ക് ഇത്രയും ദിവസം അവർക്കൊന്നും അറിയില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡീൻ ഇവിടെ വന്നപ്പോഴും അവർക്ക് അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞില്ല. സംഭവം കഴിഞ്ഞ് 8ാമത്തെ ദിവസം ഡീൻ ഇവിടെ വരുന്നത്. അന്നും ഡീനൊന്നും അറിയില്ല. 8 ദിവസമായിട്ട് പറഞ്ഞു. ആ 8 ദിവസത്തിന് 8ൻ്റെ അന്നാണ്. 8 മുമ്പ് ഇല്ല വിളിച്ചിട്ടില്ല. വിളിച്ചിട്ടില്ല. ആ ഇത് ഇൻഫോം ചെയ്യുന്നത് തന്നെ PGയുടെ ഒരു കുട്ടിയാണ്, PGയിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഞങ്ങളവിടെ പറയാം. ഇങ്ങനെ സംഭവം നമ്മൾ കോളേജ് അധികൃതരെ വിളിച്ച് പറയേണ്ടത്. PG സ്റ്റുഡൻ്റ് അതാ എന്തെങ്കിലും അറിയിക്കണ്ടേ? പാരൻസിനെ അറിയിച്ചില്ലെങ്കിൽ പോലും വേറെ നമ്പർ ഉണ്ടല്ലോ. പാരൻസിനോട് ചിലപ്പോൾ വിളിച്ച് പറയാനൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു ഓഫീസിൽ ഡീൻ തന്നെ വേണമെന്നില്ല, ഓഫീസിൽ ഏതെങ്കിലും ഒരാളെ കൊണ്ട് വിളിപ്പിക്കാമായിരുന്നു. ഇന്ന് പ്രതീക്ഷ നേതാവ് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. അതായത് ഈ 12ഓളം പേര് ലിസ്റ്റുണ്ട് അതിൽപ്പെട്ട് അത് 2-3 വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് അമ്മയുടെ ആഹാരം 3 കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. അത് ഡിസംബർ, ഡേറ്റ് ഓർമ്മയില്ല, 10th-നോ 12th-നോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഒരു ഡേ ഒരു നൈറ്റ് ഫുൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ട്രിവാൻഡ്രത്ത് 1-2 വീടുകളിലും കൂടി ഇവരെല്ലാവരും പോയിട്ടാണ് ഇവിടെ വന്ന് അങ്ങനെ ശരിക്കും അടിച്ച് പൊളിച്ചിട്ട് അവരൊക്കെ ഞങ്ങൾ അത്രയും കാര്യമായിട്ടാണ് നോക്കിയത്. ഞാൻ എൻ്റെ കൊച്ചിനേക്കാളും കൂടുതൽ സ്നേഹം അവർക്കാണ് കൊടുത്തത്. ഞാൻ അവർക്ക് ആഹാരം കൊടുത്തിട്ടാണ് എൻ്റെ മോന് കൊടുത്തത്. അത് ഇവിടെയൊക്കെ അവർ കിടന്നത്. ഈ SFIയുടെ പീഡനം കോളേജിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ജീവൻ കൊണ്ട് പോകുന്നുണ്ട്. ഇതിനെതിരെ ശക്തമായ നടപടി മുന്നോട്ട് വരണ്ടേ? SFI എന്തോ ഏതായിരുന്നാലും കോളേജിൽ ഒരു കുട്ടിയുടെ ആത്മഹത്യ എന്ന് പറയുന്നപ്പോൾ കാര്യം നമുക്കറിയണം. എന്ത് കാരണം, എന്ത് ചെയ്തു, ആരാണ് ഇതിൻ്റെ ബാക്കിൽ, ഏത് യൂണിയൻ. അപ്പോൾ ആദ്യം എൻ്റെ അടുത്ത് പറയാം, നമ്മ അതിനകത്ത് SFI മാത്രമേ ഉള്ളൂ, വേറെ ആരും അതിനകത്ത് പോകാറില്ല, ഉണ്ടെങ്കിൽ തന്നെ വേറെ യൂണിയൻ ഇല്ല. നമുക്ക് അവരവരുടെ കാര്യങ്ങൾ നോക്കുക, നീ നിൻ്റെ കാര്യം നോക്കുക. എനിക്കതിനൊന്നും സമയമില്ലമ്മ. ഞാൻ പറയില്ലേ, ഫോട്ടോഗ്രാഫറാണ് അപ്പോൾ അവന് വൈൽഡ് ഫോട്ടോഗ്രാഫർ ആവണമെന്നുള്ളൊരു താല്പര്യക്കാരനാണ്. ഇതൊന്നും ഇങ്ങനെ വലിയ ഇഷ്യൂ ആയിട്ടൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. റാഗിങ് ഒരു ഇഷ്യൂ ഒന്നും, റാഗിങ്ങൊക്കെ ഇതൊക്കെ എല്ലാ വർഷവും എല്ലാ കുട്ടികൾക്കും ഉള്ളതാണ്. അത് നമ്മൾ കാര്യമാക്കേണ്ടത് പോയ സമയത്ത് പറയുമായിരുന്നു.